ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇത് ഞായറാഴ്ച ദിവസത്തെയാണ്. അപ്പം ഞായറാഴ്ച ആയിട്ട് ചേട്ടൻ രാവിലെ തന്നെ ചിക്കൻ മേടിച്ചു. അപ്പം രാവിലെ കാപ്പിക്ക് കറി അത് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലെ ഇടിയപ്പത്തിനുള്ള മാവ് കുഴച്ച് അത് ഇടിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കൻ കറിക്കുള്ള സവാളയെല്ലാം റെഡിയാക്കണം. ഇനി ചിക്കൻ കറി വയ്ക്കണം. അപ്പം മാവൊക്കെ കുഴച്ചത് ഇടിയപ്പത്തിൻ്റെ തട്ടിലൊക്കെ ആക്കി വേവിച്ചെടുക്കണം. ഇത് കുറച്ച് സമയം എടുക്കുന്ന പണിയാണ്. അതുകൊണ്ടാണ് ഞായറാഴ്ച ഇടിയപ്പത്തിൻ്റെ ഇതാക്കിയത്. ബാക്കി ദിവസങ്ങളിൽ അപ്പവും ദോശയും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാത്ത എളുപ്പമുണ്ട്. ഇടിയപ്പം കുറച്ച് സമയം എടുക്കും. അപ്പോൾ അത് റെഡിയാക്കി അതിനിടയ്ക്ക് ചിക്കൻ കറി ഉള്ള എല്ലാം സെറ്റാക്കി വെച്ചിട്ടാണ് നിൽക്കുന്നത്. ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചു. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ചിക്കൻ കറിയുടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇവിടെ കറണ്ട് വന്നും പോയി നിൽക്കുന്നതുകൊണ്ട് ഫോണിൽ ചാർജ് കുറവായിരുന്നു. അങ്ങനെ ചിക്കൻ കറിയുടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇടിയപ്പത്തിൻ്റെ പണിയൊക്കെ കഴിഞ്ഞെല്ലാം ക്ലോസായി. പിന്നെ ചിക്കൻ കറി റെഡിയാക്കിയായിരുന്നു, അതോടായി. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ബീഫാണോ ചിക്കനാണോ ഞായറാഴ്ച ദിവസം മേടിച്ചത്? ബീഫ് മേടിച്ചോ ചിക്കൻ മേടിച്ചോ? എന്തായിരുന്നു ഇന്നത്തെ വിശേഷങ്ങളൊക്കെ? ഇനിയിപ്പോൾ നമുക്കെല്ലാവർക്കും കൂടെ കാപ്പി കുടിക്കണം. കാപ്പിയുടെ പരിപാടിയോടെ കഴിഞ്ഞ് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടായിരുന്നു ഞാൻ. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ചോറിന് പരിപ്പും ചിക്കൻ കറി ആക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. അപ്പോൾ പയർ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ചോറ് വയ്ക്കുന്നത് ഇന്ന് ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പിലാണ്. നമ്മൾ പുതിയതായിട്ടൊരു ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പ് മേടിച്ചായിരുന്നു. അതിലാണ് ചോറ് വയ്ക്കുന്നത്. അതിൽ ഏത് പാത്രം വേണമെങ്കിലും വയ്ക്കാം. സ്റ്റീല്, അലൂമിനിയം, ചട്ടി, മൺചട്ടി ഉണ്ടല്ലോ, മൺചട്ടി, ഏത് പാത്രം വേണമെങ്കിലും വയ്ക്കാം. എല്ലാ പാത്രവും വയ്ക്കാം. അങ്ങനെയാണ് അത് മേടിച്ചത്. മറ്റേ ഇൻഡക്ഷൻ കുക്കറാകുമ്പോൾ അതിൽ വയ്ക്കുന്ന പാത്രങ്ങൾ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഇതാകുമ്പം ചട്ടി, സ്റ്റീല്, അലൂമിനിയം, അങ്ങനെ ഏത് ടൈപ്പ് പാത്രം വേണമെങ്കിലും ഇതിൽ വയ്ക്കാം. അങ്ങനെ ഇന്ന് ഇതിപ്പോൾ ചോറ് വയ്ക്കാൻ അരി എളുപ്പത്തിട്ടു. പക്ഷേ ഇടയ്ക്ക് കറണ്ട് പോയതുകൊണ്ട് പിന്നെ കുക്കറിലോട്ട് മാറ്റി. അപ്പോഴത്തേക്ക് ഞാൻ പരിപ്പ് വെച്ചു, പയറൊക്കെ വേവിച്ച് അതിൽ മിക്സിയിലിട്ട് നല്ല രീതിക്ക് അരച്ച്, അതിൽ തേങ്ങയുടെ അരപ്പിൽ മഞ്ഞൾപ്പൊടിയും ജീരകവും വെളുത്തുള്ളിയും ചേർത്ത് നല്ലപോലെ അരച്ച് അതിൽ കലക്കി തിളപ്പിക്കാൻ വെച്ചു. അത് തിളച്ച് വരുമ്പോഴത്തേക്ക് അതിൽ നമ്മൾ കടുക് പൊട്ടിക്കണം. അതിന് ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു. അതിൽ കൊച്ചുള്ളിയും വറ്റൽമുളകും കൂടെ ഇട്ട് കറിവേപ്പില ചേർക്കുന്ന കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ്. ചോറ് ഞാൻ കുക്കറിലാക്കി. ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നതുകൊണ്ട് ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പിൽ നിന്ന് മാറ്റിയിട്ട് കുക്കറിലോട്ട് ആക്കിയിട്ടുണ്ട്. അപ്പം പരിപ്പ് കറിക്കുള്ള കടുക് വറുത്തു. അതിൽ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോഴും കുറച്ചും കൂടെ നല്ല നിറവും നല്ല ടേസ്റ്റുമാണ്. പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കറി വയ്ക്കുമ്പോൾ മിക്കവാറും ഇവിടെ പരിപ്പ് കറി വയ്ക്കാറുണ്ട്. ബീഫ് കറിയിലൂടെ അങ്ങനെയില്ല. ചിക്കൻ കറിക്ക് പരിപ്പ് കറി കോമ്പിനേഷൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇവിടെ ചേട്ടനും മക്കൾക്കുമൊക്കെ ഇഷ്ടമാണ്. നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഈ തോരൻ പരിപ്പ് വെച്ചിട്ടാണ് പരിപ്പ് വയ്ക്കുന്നത്. അങ്ങനെ ചില സ്ഥലങ്ങളിൽ അങ്ങനെയുണ്ട്. ഇവിടെയൊക്കെ ചെറുപയറിൻ്റെ പരിപ്പ് കറിയാണ് കൂടുതലും എല്ലാവരും വയ്ക്കുന്നത്, കറി വയ്ക്കുന്നത്. പരിപ്പ് കറി ആയിട്ടുണ്ട്, ചിക്കൻ കറിയുണ്ട്. ചിക്കൻ കറിയിൽ ഈ ചാറെല്ലാം അങ്ങ് വറ്റിച്ചെടുത്ത്, കറിയെല്ലാം വറ്റിച്ച്, പിന്നെ ഉച്ചക്കലത്തേക്ക് എല്ലാവർക്കും പീസ് മതി, ചിക്കൻ പീസ് മതി. അങ്ങനെ അതും ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അപ്പോഴത്തേക്ക് കുക്കറിൽ ചോറ് വേവിച്ചു. അത് ഊറ്റാൻ വേണ്ടിയിട്ട് അരിപ്പ് പോലത്തെ അതെടുത്ത് വെച്ച് ചോറ് ഊറ്റി. ഇന്ന് ഞായറാഴ്ചയായിട്ട് എല്ലാവരുടെയും വീട്ടിൽ ഞായറാഴ്ചത്തെ വീഡിയോ ആണിത്. അപ്പോൾ ഞായറാഴ്ച ദിവസം എല്ലാവർക്കും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുന്നിടങ്ങൾ കാണും. ഇന്നിപ്പോൾ ബിരിയാണിയൊന്നും വെച്ചില്ല. ചില ദിവസം ചിക്കൻ മേടിക്കുമ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ ആക്കും. മക്കൾ രണ്ടുപേർക്കും അത് ഇഷ്ടമാണ്. അങ്ങനെ ഇന്നിപ്പോൾ ചോറാക്കാമെന്ന് വെച്ചു. ചോറും പരിപ്പ് കറിയൊക്കെ ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചോറൊക്കെ വേവിച്ച് അത് തിളപ്പിച്ച് ഊറ്റി വെച്ചു. നിങ്ങൾക്കൊക്കെ ചിക്കൻ കറിയിലൂടെ ചോറാണോ ബിരിയാണിയാണോ ഇഷ്ടം? അത് ചിക്കൻ മേടിക്കുമ്പോൾ കുഴിമന്തി പോലെ ഉണ്ടാക്കുന്നതാണോ ഇഷ്ടം? അങ്ങനെയാണ്, ഫ്രൈ ആണോ കൂടുതലിഷ്ടം? അങ്ങനെ ഉച്ചയ്ക്ക് നമ്മളെല്ലാവരും ചോറൊക്കെ കഴിച്ചു. ചോറ് കഴിക്കുന്ന വീഡിയോ എടുത്തില്ല. ചോറൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇതിൽ ബാലൻ എന്ന് പറയുന്ന പടമുണ്ട്, മലയാളം C5 ചാനലിൽ ബാലൻ എന്ന് പറയുന്ന പടം, അത് കുറച്ച് നേരം ഇരുന്ന് കണ്ട്. നല്ല പടമായിരുന്നു.
അങ്ങനെ മോൻ കുറച്ച് നേരം കളിക്കുന്നുണ്ട്, പന്തൊക്കെ കളിക്കുന്നുണ്ട്. പിന്നെ അവർ പടം കാണുമ്പോഴത്തേക്ക് ഞാനിവിടെ പടമൊക്കെ കണ്ട് തീർന്നിട്ട് അടുക്കള ക്ലീനിങ് ആയിരുന്നു. കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്നു അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കണമെന്ന്. അങ്ങനെ അവിടെ എല്ലാം കഴുകി ഇറക്കി, പാത്രങ്ങളെല്ലാം കഴുകി തൂത്ത് തുടച്ച് എല്ലാം ഇങ്ങനെ വെച്ചേക്കാണ്. അടുക്കി വെച്ചില്ല, പാത്രങ്ങളെല്ലാം കഴുകി അവിടെ വെച്ചേക്കുന്നതേ ഉള്ളൂ. അതൊക്കെ ഒന്ന് ഉണങ്ങുമ്പോഴത്തേക്ക് ഇപ്പുറത്തെ സൈഡിലോട്ട് മാറ്റി വയ്ക്കണം. അങ്ങനെ വെളിയിലിറങ്ങിയപ്പോൾ നല്ല വെയിൽ, മഴ വെയിൽ. ഇന്നിപ്പം മഴയൊന്ന് മാറി നല്ല കാലാവസ്ഥ, നല്ല തെളിഞ്ഞ് നിൽക്കുന്നു. അപ്പോഴത്തേക്ക് ആ പാത്രങ്ങളൊക്കെ ഉണങ്ങി. കുറച്ച് നേരം വെളിയിലൊക്കെ നിന്ന്, പിന്നെ ചെറിയ മോനും വെളിയിറങ്ങി നിന്ന് പന്തൊക്കെ കളിച്ച്, പിന്നെ അകത്ത് കയറി വന്ന് ഈ പാത്രങ്ങൾ ഉണങ്ങിയതൊക്കെ എടുത്ത് വെച്ച് അടുപ്പൊക്കെ തുടച്ച് ടൈൽസ് എല്ലാം തുടച്ച് വൃത്തിയാക്കി. ഇന്നത്തെ അടുക്കള ക്ലീനിങ്ങും കൂടെ നടന്നു. ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് ആ പണിയും കൂടെ കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ വൈകിട്ട് ചായ വെച്ചു, എല്ലാവർക്കും ചായ വെച്ച് നമ്മൾ ചായയൊക്കെ കുടിച്ചു. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ്